ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, കൊട്ടാരക്കര പുലമൺ ഭരണിക്കാവ് ശ്രീ ശിവപാർവതി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂര മഹോത്സവം ഇന്നു മുതൽ ഏപ്രിൽ 10 വരെ 11 ദിവസമായി നടക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. ആദ്യ സമയത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് MC റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. റെയിൽവേ വികസനം വന്നപ്പോൾ ഈ ക്ഷേത്രത്തെ ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത്, പുലമൺ തോടിനും കിഴക്ക് ഭാഗത്തായിട്ട് മാറ്റി സ്ഥാപിച്ചതാണ്. ആദ്യ സമയത്ത് ദുർഗാദേവിയുടെ പ്രതിഷ്ഠ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ദേവപ്രശ്നം നടക്കുകയും ശിവപാർവതിയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട് എന്ന് അതിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ രീതിയിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചത്. ആ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി 2 ശ്രീകോവിലുകൾ നമുക്കിവിടെ സ്ഥാപിക്കേണ്ടി വന്നു. ഒന്നിൽ ശിവപാർവതിമാരും ഒരു ശ്രീകോവിലിൽ ദുർഗാദേവിയും പ്രതിഷ്ഠിച്ചു. ഇവിടെ ഇരിക്കുന്ന ശിവൻ്റെ രൂപം വേട്ടയ്ക്കൊരു മകൻ ഭാവമാണ് ശിവന് ഇവിടെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പാർവതി ദേവി മംഗല്യ പാർവതിയാണ്. ദുർഗാദേവി 3 സമയങ്ങളിൽ 3 തരത്തിലാണ് ദാനദുർഗ, വനദുർഗ, ഐശ്വര്യദുർഗ എന്നിങ്ങനെ ഉള്ള 3 ഭാവങ്ങൾ കുടികൊള്ളുന്ന ദുർഗാദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വർഷവും മീനമാസത്തിലെ പൂരം നാളിലാണ് ഇവിടെ ഉത്സവം ഇപ്പോൾ നടന്നു വരുന്നത്. ആദ്യകാലങ്ങളിൽ മീന ഭരണിക്കായിരുന്നു, അതായത് നാളെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉത്സവം നടന്നുകൊണ്ടിരുന്നത്. മീനഭരണി ദിവസങ്ങളായിരുന്നു ഉത്സവം. അങ്ങനെയാണ് ഈ അമ്പലത്തിന് ഭരണിക്കാവ് എന്ന പേര് സിദ്ധിച്ചത്. ഭരണിയിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രമെന്ന അർത്ഥത്തിലാണ് ഭരണിക്കാവ് എന്ന പേര് ഈ ക്ഷേത്രത്തിന് ഉണ്ടായത്. പിന്നീട് പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ഈ മീനപ്പൂരം ആയിട്ട് മാറുകയും അത് ഈ ദേശത്തിൻ്റെയും ഒരുപക്ഷെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമായി നമ്മളിവിടെ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു.